വീണ്ടും മാനവൻ ഒന്നാകാൻ മാവേലി വന്നെങ്കിൽ, മാനവനൊന്നാകാൻ മാവേലി വന്നെങ്കിൽ, മാമല നാട്ടിൽ ലോകർക്ക് ആകുകയായെങ്കിൽ, സാഗരമായെങ്കിൽ. മലയാളി നെഞ്ചിലേറ്റിയ ഉത്സവമായ തിരുവോണം ഒരിക്കൽ കൂടി ഇന്ന് ആഘോഷിക്കുക. ഒരുമയുടെ, സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് ഓണമെന്ന ആശയം നമ്മുടെ മുന്നിലെത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓണം ഒരു കാർഷിക ജീവിത രീതിയുടെ ഭാഗമായ വിളവെടുപ്പിൻ്റെ കൊയ്ത്തുത്സവമാണ്. അതിൻ്റെ ഒപ്പം പഴയ നല്ലൊരു കാലത്തിൻ്റെ ഭരണത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇത്. ഒരു മിത്ത്, ഒരു നല്ല ഭരണം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്നവരുമാണ് നാം. മലയാളികൾ എന്ന ജനവിഭാഗത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ മലയാളികളുടെ പൂർവികരുടെ 1200 വർഷം പരിശോധിച്ചാൽ, കാരണം നമ്മളിപ്പോൾ 1201 ചിങ്ങം 20-ാം തീയതിയാണ് ഇന്ന്. അപ്പം 1200 വർഷങ്ങൾക്ക് മുമ്പ് കേരളമില്ല, ഇന്നത്തെ രൂപത്തിലുള്ള കേരളമില്ല. അന്ന് ചേര രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ചേര രാജ്യത്തിൻ്റെ ഭാഗമായ ചേരളമാണ്. അപ്പം അന്ന് ഓണം ആഘോഷിച്ചിരുന്നു അന്നത്തെ ജനങ്ങൾ. അന്നൊരു ബുദ്ധമതത്തിൻ്റെതായ ഒരു സ്വാധീനമുള്ള കേരളമായിരുന്നു. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒന്നും വന്നില്ല. അപ്പം അന്നും ആഘോഷിച്ചിരുന്ന ഒരു മതേതര ഉത്സവത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും ആഘോഷിക്കുന്ന ഈ 2025 നാം ഓണം ആഘോഷിക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നു. ഒറ്റപ്പെട്ട തീരത്തായി നമ്മൾ പോകുന്നു. അപ്പോൾ ഒറ്റപ്പെട്ട തീരത്തായി പോകുന്ന ഈ കാലത്ത് ഇതേപോലുള്ള കൂട്ടായ്മയുടെ ആഘോഷങ്ങൾ നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷം നൽകുന്നവയാണ്. സന്തോഷമൊന്നുമല്ല, അതിനെ പറയുന്നത് വലിയ ആശ്വാസം നൽകുന്നവയാണ്. നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഹാപ്പി ഓണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കുമ്പോൾ നമ്മളും ഒരു മര്യാദ പുറത്ത്, നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ഓണം അയക്കണേ. അപ്പം നമുക്കും ഒരു എനർജി തന്നെയാണ്, ഒരു പോസിറ്റീവ്നെസ് അവസ്ഥ നമ്മുടെ മനസ്സിലപ്പോൾ രൂപപ്പെടുന്നു. അങ്ങനെ മലയാളി ഉള്ള കാലത്തോളം ഓണം ഉണ്ടാവും. മലയാളി ലോകത്ത് എല്ലായിടത്തും ഉള്ളത് കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഓണം ഇപ്പം ലോകത്തും എല്ലായിടത്തും ആഘോഷിക്കപ്പെടുകയാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മളെ ഗാന്ധിസവും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പിന്മുറയിലേക്ക് പോവുകയും അവനവനിസത്തിലേക്ക് മുഴുകിപ്പോവുകയാണ്. ഞാൻ, എനിക്ക്, എൻ്റേത്. അങ്ങനെ അവനവനിസത്തിൻ്റെ കാലത്ത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാൻ താല്പര്യമില്ലാത്ത ഒരു ജനതയായി കാലചക്രത്തിൽ കേരളീയ സമൂഹം മുന്നേറുമ്പോൾ വീണ്ടും ഒരു ഓണം കൂടി ആഘോഷിച്ച് നമ്മൾ മുന്നോട്ട് ജീവിതം തുടരുന്നു. ആഘോഷങ്ങളുടെ പ്രകടനപരതകളിലും വാട്സപ്പ് സ്റ്റാറ്റസിലും ഫേസ്ബുക്കിലും ഇടാൻ വേണ്ടി മാത്രം ഓണാഘോഷങ്ങൾ പലതും പ്രത്യേകിച്ച് പുതുതലമുറയുടെ ആയിപ്പോകുന്നുവോ എന്നും ഓർക്കേണ്ടതുണ്ട്. ഓണപ്പെലിമ എന്നും നിലനിൽക്കും. കഴിഞ്ഞ ഓണത്തിന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും അകാലത്തിൽ വേർപിരിഞ്ഞിട്ടുണ്ട്. അവരെയും നമുക്ക് സ്മരിക്കാം. തിന്മയുടെ പാതാളക്കയങ്ങൾ കടന്ന് ചവിട്ടിത്താഴ്ത്തലുകളെ അതിജീവിച്ച് നന്മയുടെ വിജയം നേടി എത്ര മനോഹരമായൊരു സോഷ്യലിസ്റ്റ് സങ്കല്പമാണത്, അല്ലേ? എല്ലാവരും ഒരേപോലെ കഴിയുന്ന, കള്ളത്തരങ്ങളില്ലാത്ത, കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത ഒരു ജീവിത രീതി, അല്ലെങ്കിൽ ഒരു നാട്, ഒരു ഭരണം. അപ്പം അങ്ങനെയുള്ള മാവേലി നാടുകളിലേക്ക് നമുക്ക് എത്താം. എല്ലാവർക്കും ഓണാശംസകൾ.